കാലത്ത് തന്നെ കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റയും കുളിക്കും കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇതേ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കളിക്കും കുറേ കുട്ടികളുണ്ട് കേട്ടോ നമ്മുടെ വില്ലയിൽ. അതുകൊണ്ട് അവർ നല്ല ഹാപ്പിയാണ്. ഉണ്ണികൾ രണ്ടാളും വിളിച്ചിട്ട് അമ്മ ഒരു സംഭവം കാട്ടിത്തരാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകുന്നത് ഒരു പൂച്ചക്കുട്ടി ചെടിച്ചട്ടിൻ്റെ ഉള്ളിൽ കിടക്കണത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് തൊട്ട് നോക്കുന്നുണ്ട്. കുഞ്ഞി 2-3 പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ അവർക്ക് വില്ലയിൽ വന്നപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല നല്ല പൂക്കളും നല്ല മരവും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അതിൻ്റെ ഉള്ളിലേക്കും. പിന്നെ നല്ലൊരു പുലർച്ചയ്ക്ക് നല്ല രസമാണ്. പുലർച്ചയ്ക്ക് നമുക്കൊന്നൊരു 5 മണി ആ സമയത്തേക്ക് നമുക്കൊന്ന് ചുറ്റും നടക്കാം. നല്ല തണുത്ത കാറ്റും ഈ മരത്തിൻ്റെയും പൂവിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നല്ല സുഖമായിട്ടൊരു വാക്കിങ്ങൊക്കെ ചെയ്യാം. നല്ല രസമാണ് കേട്ടോ വില്ലേൻ്റെ ഉള്ളിൽ. നമ്മൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് പുറത്ത് കിടക്കുമ്പോഴൊരു സ്വാതന്ത്ര്യവും ഒരു സുഖവും ഒക്കെ ഉണ്ടല്ലോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വില്ലയിൽ വന്നപ്പോൾ. ഇതിൻ്റെ ഇപ്പുറത്തെ തന്നെ വലിയൊരു കിളിക്കൂടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതിൽ 1-2 പ്രാവുകളൊക്കെ ഞാൻ ആദ്യം വന്ന സമയത്ത് കണ്ടിരുന്നു. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണെന്ന് തോന്നുന്നു കിളികളൊക്കെ മൂടി പറഞ്ഞു കേട്ടോ. ഒന്നും പുറത്തേക്ക് വന്നില്ല, എല്ലാതും ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അമ്മയാണെങ്കിലും അമ്മതേ നോക്കിയപ്പോൾ ഒരു മുരിങ്ങത്തൈ ഇവിടെ കണ്ടു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മുരിങ്ങയില നമ്മൾ പൊട്ടിച്ചെടുത്ത് എന്തെങ്കിലും കറി വയ്ക്കുമ്പോഴേക്കും ഇടാൻ നിൽക്കും പറഞ്ഞിട്ട്. അമ്മയ്ക്ക് ഈ ഇലക്കറികളൊക്കെയും ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നല്ലതാണ്, അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നല്ല വെയിൽ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും അകത്ത് കയറാമെന്ന് വിചാരിച്ചു. ഇനി കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്നലെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി അത് ചെയ്യണം. പിന്നെ എന്തായാലും മുടക്കമുള്ള ദിവസമായത് കൊണ്ട് ചെയ്യേണ്ട കുറേ ഷർട്ടുകളെടുത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്തും തേച്ച് വെച്ചു. പിന്നെ കബോർഡൊക്കെ ക്ലീൻ ആക്കി. അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. വൈകിട്ടായപ്പോൾ നമുക്ക് ഉണ്ണികൾക്ക് സ്നാക്സിന് അമ്മ കുറച്ച് പോപ്കോൺ അങ്ങനെ വറുത്തു കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ ഫുള്ള് തിന്ന് തീർത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വില്ലയിലത്തെ വിശേഷങ്ങൾ കേട്ടോ.